നിങ്ങളെല്ലാവരും ഐ കോണ്ടാക്ട് കറക്റ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അതിൽ ആദ്യത്തെ ടെസ്റ്റ് സെക്രട്ടറി കിമ്മിനായിരുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചെക്ക് ചെയ്യും. അതിന് അവനും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഇത് കേട്ട് അവെല്ലാം സീരിയസ് ആയിട്ട് വിചാരിച്ച് ഓരോരുത്തരും ടെസ്റ്റിന് വേണ്ടി അകത്തേക്ക് കയറിയതും ഇത് കണ്ട് നമ്മുടെ ലീ ഷോക്കായി. എടാ ഞങ്ങൾ റൊമാൻസ് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞ അതിനുവേണ്ടി ടെസ്റ്റ് തന്നേക്കുന്നു എന്നിനെ ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവസാനം ലീ ഇറിറ്റേറ്റ് ആയി. മതി ഇതോടെ ടെസ്റ്റ് നിർത്തി, ഇനി എല്ലാവരും തിരിച്ചു ചോദിക്കുക എന്നിന് അവെല്ലാം പറഞ്ഞേക്കും. അതിനുശേഷം കിമ്മ് നേരിട്ട് അവനെ കാണാൻ വന്നിട്ട് മിസ്റ്റർ ലീ നിങ്ങൾ ഇതിനെ തന്നെ ആ ജോലിയൊക്കെ ചെയ്യുന്നത്, അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നിന് അവളും പറയുമ്പോഴാണ് അവനും കിം നിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് അവളും മിസ്റ്റർ ലീ ഇതൊക്കെ എന്റെ ജോലിയാ, നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഇനി എന്നെ വിളിച്ചാൽ മതി എന്നിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇത് കേട്ട് ലീ മൈൻഡ് അപ്സെറ്റ് ആയി നേരെ പാർക്കിനെ കാണാൻ പോകും. പക്ഷെ അതേസമയം പാർക്കും കമ്പനിയിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ എക്സ് വൈഫ് വേറെ ആളുടെ കൂടെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. അവനിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇതൊന്നും അറിയാൻ നമ്മുടെ ലീ അവന്റെ കാര്യം പറയും. എടാ ഞാൻ എന്താ ചെയ്തിട്ടാ കിം എന്നോട് ദേഷ്യപ്പെടുന്നത്, അവളുടെ ഭാര്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയില്ല ഞാൻ എന്റെ ജോലിയൊക്കെ തന്നെ ചെയ്യുന്നത്, ഇതെന്തിനാ അവൾക്ക് മനസ്സിലാവാത്ത എന്നിന് അവനും പറയുമ്പം ഇത് കേട്ടോ തന്നെ പാർക്കും. എടാ ഇത്രയും വർഷം അവൾ ചെയ്ത ജോലി അതൊക്കെയല്ല, നീ പെട്ടെന്ന് അത് മാറ്റം വരുത്തി എങ്ങനെ, ഒരു അവൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവൾ ഇപ്പൊ തന്നെ നിന്നെ ബ്രേക്കപ്പ് ചെയ്യും എന്നിന് അവന് മൈൻഡ് അപ്സെറ്റ് പറയുമ്പോഴാണ് ഇത് കേട്ട് ലീ ഷോക്കായി. എന്തോ ഇതിനൊക്കെ ബ്രേക്കപ്പോ എന്നിന് അവനും തിരിച്ച് കിമ്മിന്റെ അടുത്തേക്ക് പോയി ഇന്ന് വൈകിട്ടല്ലേ മീറ്റിംഗ് ഉണ്ടെന്ന് ചോദിക്കും. അതേസമയം അവനും മനസ്സിലാച്ചോണ്ടിരിക്കും കിം ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല, നമുക്ക് രണ്ടുപേരും കൂടെ ഡേറ്റിന് വന്ന് എന്നെ വിളി എന്നിന് അവന് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കിമ്മും കുറെ അലയിച്ചിട്ട് മിസ്റ്റർ ലീ ഇന്ന് നിനക്ക് മീറ്റിംഗ് ഒന്നുമില്ല എന്നിന് അവളും പറഞ്ഞിട്ട് ഡേറ്റിന് പോകാമെന്ന് അവനോട് ചോദിക്കുന്നേ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം രണ്ടുപേരൊന്നും പറയാതെ തിരിച്ച് അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. അതിനുശേഷം ജി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളുടെ പഴയ വീട്ടിലെ തിങ്സ് എല്ലാം പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കുറെ സാധനങ്ങളുണ്ട്. ടേബിൾ ഫാൻ തറ വെച്ചിട്ട് ബാക്കിയെല്ലാ സാധനങ്ങളും മേലെടുത്തോണ്ടുപോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന നമ്മുടെ നമ്മും ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്ന ടേബിൾ ഫാൻ കണ്ട് ഓസിന് കിട്ടിയത് യൂസ് ആണെന്ന് പറഞ്ഞ് നൈസിന് അവന്റെ വീട്ടിലേക്ക് എടുത്തോണ്ടുപോകും. അതിനുശേഷം പുറത്തേക്ക് വന്ന് നോക്കുന്ന അവള് ആ ടേബിൾ ഫാൻ ഇല്ലാത്തോണ്ട് അവളുടെ ഓണറിനോട് ചോദിക്കും. അപ്പോഴാണ് അവരും നമ്മുടെ നമ്മന്ന് എടുത്തോണ്ട കാര്യമൊക്കെ പറയുന്നത്. ഇതും കേട്ട് അവളും ദേശിച്ച് അവനോട് വഴക്കുണ്ടാക്കുമ്പോഴാണ് അവൻ എന്തോ പറയുന്ന അറിയാതെ നിന്നോടായി പറഞ്ഞു ടേബിൾ ഫാൻ അങ്ങനെ തറ വയ്ക്കാൻ, ആരുമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു അതാ ഞാൻ യൂസ് ചെയ്ത എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അവസാനം അവൾ എങ്ങനെയൊക്കെ അത് എടുത്തോണ്ടങ്ങ് പോകും. എന്നിട്ട് അവൾ സന്തോഷത്തോടെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മ പുറത്തേക്ക് വന്നിട്ട് അവൾ കഴിക്കാൻ വേണ്ടി അവന്റെ ചെടിയിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു കൊടുക്കും. അങ്ങനെ ഇത് വാങ്ങിച്ച് അവനെ കഴിക്കാൻ വേണ്ടി അവൾ നൂഡിൽസ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അവന് വാങ്ങിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കാതെ ഇനി ഫുഡ് തരുവാണെങ്കിൽ ഞാൻ ലിസ്റ്റ് പറയാമായിരുന്നില്ല, എനിക്ക് ഇതിനേക്കാളും നല്ലത് വേറെ ഫുഡ്സാ എന്നിന് അവന് ഓവറായിട്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് ആ തന്ന ഫുഡ് വാങ്ങിച്ചോണ്ട് അവൾ വീട്ടിലേക്ക് അങ്ങ് പോകും. അതേപോലെ നമ്മുടെ കിം വീട്ടിൽ ചെന്നിട്ട് ഇതുവരെ ലീ മെസ്സേജ് അയക്കാത്തോണ്ട് അവനെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ അവൻ മെസ്സേജ് അയക്കാത്തോണ്ട് അവളിങ്ങനെ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ കാണാൻ വേണ്ടി നേരിട്ട് തന്നെ നമ്മുടെ ലീ അവിടെ വരും. എന്നിട്ട് അവനും കൈ ഫുഡ്സ് ആയിട്ട് കിം നിന്നെ കഴിക്കാൻ വേണ്ടി എന്റെ കൈ ഉണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവള് താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും ഫുഡിനാണ് നീ താങ്ക്സ് പറഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവളും ഇല്ല ഫുഡിനില്ല, ഞാൻ നിങ്ങളെ കുറെ മിസ് ചെയ്ത്, അതേപോലെ നിങ്ങൾ നേരിട്ട് വന്ന് അതിനാ താങ്ക്സ് എന്നിട്ട് അവനെ വിളിച്ചോണ്ട് അകത്ത് നിന്ന് കഴിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവളുടെ ചേച്ചിമാർ വീട്ടിൽ എത്തുന്നത്. ഇത് കണ്ട് അവളും പേടിച്ച് നമ്മുടെ ലീ വെച്ച് ഒളിയാൻ പറയുമ്പോഴാണ് അവൻ അതൊന്നും കേൾക്കാതെ ഞാൻ നിന്നെ ഒളിയണം, ഞാൻ നിന്റെ ബോസ് അല്ല എന്ന് അവൻ പറയും. അപ്പോഴാണ് അവളും ഇപ്പൊ ബോസ് അല്ല ഇപ്പൊ നിന്റെ ബോയ് ഫ്രണ്ടാ, മര്യാദയ്ക്ക് ഒളിക്ക് എന്നിട്ട് അവനെ പിടിച്ച് കബോർഡ് അടച്ചു വയ്ക്കും. അതിനുശേഷം ചേച്ചിമാര് അവർക്ക് കഴിക്കാൻ വേണ്ടി ഫുഡായിട്ടൊന്ന് നോക്കുമ്പോഴാണ് അവിടെ ടേബിളിൽ 2 ഫുഡുള്ള കണ്ട് അവരും ടെൻഷനായി. കിം സത്യം പറ നീ ആ മിസ്റ്റർ ലീ ആയിട്ടാണ് ഫുഡ് കഴിച്ചോണ്ടിരുന്നത് എന്നിട്ട് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ലീ അകത്തിരുന്നോണ്ട് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചേച്ചിമാരും പറയുന്നത് എടി കിം നീയല്ലേ പറഞ്ഞ നിന്റെ ബോസ് സെൽഫിഷ് ആണ്, ആഘോരം നിനക്ക് കുറെ വർക്ക് ഒന്ന് ശല്യപ്പെടുത്തുന്നത്, നിന്റെ സമാധാനം തന്നെ അവങ്കാരം നഷ്ടപ്പെട്ട് എന്നിട്ട് നമ്മുടെ കിം അവനെ കുറിച്ച് പറഞ്ഞ എല്ലാ മോശമായ വാക്കും വീണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞോണ്ടിരിക്കും. ഇത് കേൾക്കുന്ന നമ്മുടെ ലീ അകത്തിരുന്ന് സാഡായി എന്നെ കുറിച്ച് അവൾ ഇത്രയും പറഞ്ഞായിരുന്നു എന്നിട്ട് അവന് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം ചേച്ചിമാർ അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ കിം ടെൻഷനായി ആ കബോർഡ് ഇറക്കുമ്പോൾ അവിടെ ലീയുടെ ബോസ് ഉണ്ട് അവളും പേടിക്കുന്നത്. അപ്പോഴാണ് അവനും കിം നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു എന്നിനെ പെട്ടെന്ന് അവളെ പിടിച്ച് അടുപ്പിച്ചിട്ട് പറയും. എന്നിട്ട് അവനും സോറി കിം ഞാൻ ഇതിനു മുമ്പ് നിന്നെ കുറെ കഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നീ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടും ഇനി നിന്നോട് ദേഷ്യം വരുന്നില്ല എന്നിന് അവനും പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പം നമ്മുടെ ചേട്ടനും കിം ഫോൺ എടുക്കാത്തോണ്ട് അവൾക്ക് മെസ്സേജ് അയക്കും. സോറി കിം അന്ന് ഇന്റർവ്യൂ വെച്ച് നടന്നില്ല, സോറി നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ എന്നിന് അവന്റെ മെസ്സേജ് കണ്ട് കിമ്മ ലീ അടിച്ചെന്ന് പറയും. മിസ്റ്റർ ലീ നിങ്ങളുടെ ചേട്ടൻ ഞാനിപ്പോ ഫീൽ ചെയ്യാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട് അവസാനമായിട്ട് സംസാരിച്ചോട്ടെ എന്നിന് അവന്റെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ച് നേരിട്ട് അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഓക്കെ റീസെന്റ് ആയിട്ട് ഞാൻ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും നീ കാണുന്നില്ലല്ലോ, ഒരു വിഷയം ഞാൻ ഡയറക്റ്റ് ആയിട്ട് അന്ന് എല്ലാ ഫ്രണ്ടേജ് പ്രപ്പോസ് ചെയ്തോണ്ടാണ് എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും സോറി മാർഫസ് എനിക്ക് വേറെ ഒരാൾ ഇഷ്ടമാണ് എന്നിന് അവളും പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് അവനും അത് നമ്മുടെ ലീ ആണെന്ന് ഗസ് ചെയ്യും. അതാണ് മൊത്തത്തിൽ അവൻ ദേഷ്യപ്പെട്ട് കിം നിനക്ക് അങ്ങനെ അവനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നത്, എനിക്ക് കൊച്ചിലെ സംഭവിച്ച എല്ലാത്തിന്റെയും പ്രശ്നക്കാരൻ അവനാ, അവൻ കാരണം ഇവിടെ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോയ എന്നിന് ലീയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടെ വന്നിട്ട് മതി നിർത്ത് വായണ്ടെന്ന് ചുമ്മാ ഇങ്ങനെ കള്ളം പറയാതെ എന്നിന് അവന് കിമ്മിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് ചേട്ടൻ ദേഷ്യപ്പെട്ട് ലീ ഞാൻ പറഞ്ഞ എന്തോ കള്ളം, കൊച്ചിലെ നീ കാരണം എന്നെ കിഡ്നാപ്പ് ചെയ്ത് അതിനോട്ട് ഞാൻ എത്ര കഷ്ടപ്പെടുമെന്ന് നിനക്കറിയാം, പക്ഷെ നീ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നിന് അവനും പറയുമ്പോൾ ഇതൊന്നും ലീയും കേൾക്കാതെ ഇനി തൊട്ട് അവൻ കിമ്മിനെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് പുറത്തു പോകും. അപ്പനാണ് കിമ്മും മിസ്റ്റർ ലീ നിങ്ങൾ കൊച്ചിലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സോറി വെച്ച് പ്രശ്നം സോൾവ് ചെയ്യല്ല എന്നിന് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് ലീയും കിം ഞാൻ ഇതുവരെ തെറ്റ് ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലൊന്നുമില്ല,
ഒന്നുമില്ല, പിന്നെ എങ്ങനെ ഞാൻ സോറി ചോദിക്കുന്നത്? എന്നിട്ട് അവനും പറഞ്ഞു അവിടെ കിമ്മും സൈലന്റ് ആകും. അതിനുശേഷം ഇവർ രണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാർ എടുത്തിട്ട് ഒരു വാൾക്കോന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നടക്കും. അപ്പോഴാണ് തണുപ്പാന്ന് പറഞ്ഞിട്ട് ലീ അവന്റെ കോട്ട് ഒരു അവ കൊടുത്തിട്ട്, കിം എനിക്ക് കൊച്ചിലെ തൊട്ട് തണുപ്പുള്ള സ്ഥലമൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ കോട്ട് എപ്പോഴും തച്ചു തരും. എന്നിട്ട് ഇവർ രണ്ട് സംസാരിച്ചോണ്ട് വീണ്ടും കാറിൽ ചെന്നിരിക്കും. അങ്ങനെ അവന് ടയർഡായി കിടന്നുറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൾ ഓർത്ത് നോക്കുന്നത്, അതായത് പണ്ട് ഇവളെ രക്ഷിച്ച ആ കൊച്ചു പയ്യൻ അവന്റെ പേര് യാൻ എന്ന് മാത്രമേ പറഞ്ഞാണത്തുള്ളൂ, അതുകൊണ്ടാണ് അത് ലീയുടെ ചേട്ടൻ യാനെന്ന് അവൾ വിശ്വസിച്ചത്. പക്ഷെ സത്യത്തിൽ അവൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ലീയുടെ ഫുൾ നെയിം ലിയാന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവന്റെ ചേട്ടന്റെ പേര് സംഗ്യാൻ. അതുകൊണ്ട് കൊച്ചിലെ മീറ്റ് ചെയ്തത് ലിയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഉറക്കത്തിൽ കിടക്കുന്ന നമ്മുടെ ലിയോട് യാൻ എന്ന പേര് വിളിക്കും. ഇതും കേട്ട് അവന് മറുപടി പറയുമ്പോഴാണ് പെട്ടെന്ന് അവൾ ഷോക്കാകുന്നത്. കാരണം അപ്പൊ കൊച്ചിലെ കണ്ടത് ഇവനാന്ന് ഏകദേശം അവൾക്ക് കൺഫേം ആയി. അപ്പോഴാണ് പെട്ടെന്ന് അവന് ഉറക്കം ഞെട്ടിയിട്ട്, ഓ സോറി ഞാൻ ടയർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളോ ഷോക്കിൽ തന്നെ, മിസ്റ്റർ ലീ നിങ്ങളെപ്പോഴാ നിങ്ങളുടെ പേരൊക്കെ ചേഞ്ച് ചെയ്ത? ഞാൻ യാന്ന് വിളിച്ചപ്പം നിങ്ങൾ എന്തിനാ മറുപടി എന്ന്? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ഓ ഉറക്കത്തിന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാണ്, അവിടെ ഞാൻ റിയാക്ട് ചെയ്തായിരിക്കും, നീ എന്തോ ചോദിച്ചെന്നല്ല എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ടോപ്പിക് മാറ്റി ഇവർ വെച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് അവന് വീട്ടിൽ ചെന്നിട്ട്, കിം ഇതിനെ കുറിച്ചൊന്നും നീ അറിയണ്ട, കാരണം ഇനിയും ഞാൻ നിന്നെ ഫീൽ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് അവനും തന്നെ പറയും. അതിനുശേഷം ഈ കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും കിം ലീയുടെ അമ്മയെ കാണാൻ വേണ്ടി പോകും. ആന്റി നിങ്ങളല്ലേ പറഞ്ഞ കൊച്ചിലെ യാനെ കിഡ്നാപ്പ് ചെയ്തെന്ന്? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്കും കത്തും. ഇവള് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അവൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴാണ് അമ്മയും ചെറിയ ടെൻഷന്, ഓ യാനോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്റെ മൂത്തമോൻ സംഗ്യാൻ എന്നല്ലേ. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. അങ്ങനെ ഇവരെന്തിനാ നീ സത്യം മറിക്കുന്നതെന്ന് ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം യാന് കിമ്മിനെ കണ്ടിട്ട് അവളെന്നാ പഴയ ബുക്ക് കൊടുക്കുമ്പോഴാണ് കിമ്മൻ ചോദിക്കുന്നത്, അമിര മാർഫസ് നിങ്ങൾ ഈ ബുക്കൊക്കെ വായിച്ചിട്ട് പഴയ മെമ്മറീസ് ഒക്കെ തിരിച്ചെന്നോ? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ഇല്ല എനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും ഓർമ്മ വന്നില്ല എന്നിട്ട് അവനും പറയും. അപ്പോഴാണ് കിമ്മും സൈഡിൽ 2 ഫോട്ടോ കാണുന്നത്, അതായത് കൊച്ചിലത്തെ ലീയും പിന്നെ അവന്റെ ചേട്ടനും. അതിലൊരു ഫോട്ടോ ഇവളെ കൊച്ചിലെ രക്ഷിച്ച ആ പയ്യനാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവൾ കൺഫേം ചെയ്യാൻ വേണ്ടി ചേട്ടനോട് ചോദിക്കും, പിന്നെ മാർഫസ് ഈ 2 ഫോട്ടോയില് നിങ്ങൾ ഏതാണെന്ന് പറയാ? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് അവന്റെ ഫോട്ടോ കാണിക്കും, അതായത് കിമ്മിനെ കൊച്ചിലെ രക്ഷിക്കാത്ത ആ പയ്യൻ. അപ്പൊ അവളെ കൊച്ചിലെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ലീ ആന്ന് അവൾക്ക് കൺഫേം ആകും. അങ്ങനെ അവിടുന്ന് കമ്പനിയിൽ പോകുന്ന കിമ്മും നമ്മുടെ ലീ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം അവൻ അവിടേക്ക് വന്നിട്ട്, കിം ഇന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നേക്ക്, നമുക്ക് കുറച്ച് ബുക്സ് റെഫർ ചെയ്യാനുണ്ട്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയതോടെ അന്ന് രാത്രി കിമ്മും അവന്റെ വീട്ടിലേക്ക് പോകും. അതേസമയം അവന് ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുമ്പോഴാണ് ഇവളെ കണ്ടവിടെ അവന് ഷോക്കായി പെട്ടെന്ന് റൂമിലേക്ക് ഓടും. അതേസമയം അവന്റെ കാലിൽ ആ പാടുന്നിട്ട് അവളും കിച്ചണിൽ ചെന്ന് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ കൊച്ചിലെ മിസ്റ്റർ ലീയും എന്റെ കൂടെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മിസ്റ്റർ ലീ ഉപദ്രവിച്ചോണ്ടായിരിക്കും ആ കാലിലെ പാട്. എന്നിട്ട് അവൾ ഓർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ചേച്ചിമാരവൾ വിളിച്ചിട്ട്, കിം നീ ഇപ്പൊ എവിടാ? എന്നിട്ട് അവർ വിളിച്ചു ചോദിക്കുമ്പോഴാണ് കിമ്മും ലീയുടെ വീട്ടിൽ വന്നേക്കുന്ന കാര്യം പറയുന്നത്. ഇതോടെ അവരും ദേഷ്യപ്പെട്ട്, കിം അവനൊരു സെൽഫിഷാന്ന് നിനക്കറിയാലേ, പിന്നെ അവന്റെ വീട്ടിൽ പോയി ഈ സമയത്ത്? എന്നിട്ട് അവരും പറയുമ്പോൾ കിമ്മും അവരുടെ സിസ്റ്ററിനോട് തന്നെ വഴക്കുണ്ടാക്കി, ചേച്ചി ഇനി മിസ്റ്റർ ലീയെ കുറിച്ച് അങ്ങനെ സെറ്റായിട്ടൊന്നും പറയില്ല, അദ്ദേഹം സെൽഫിഷ് ഒന്നല്ല, ഒരു കെയറുള്ള നല്ല വ്യക്തിയാണ്. എന്നിട്ട് അവള് ലീയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് ചേച്ചിമാരും, എങ്കിൽ ശരി നീ അവന്റെ ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ വെക്കുക. എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇതേ സമയം ഇത് കാണുന്ന നമ്മുടെ ലീയും, നമ്മൾ തമ്മിലുള്ള റിലേഷൻ നിന്റെ ചേച്ചിമാർ സപ്പോർട്ട് ചെയ്യുന്നതിനെന്ന് തോന്നുന്നു, അതായിരിക്കും നീ അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അവനും തെറ്റാക്കി മനസ്സിലാക്കി അവിടെ നിന്ന് പോകും. പക്ഷെ സത്യത്തെ അവൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ലിയോ ഉദ്ദേശിച്ചാണ്. അതിനെ ശിവരണ്ടിനും ബുക്സ് ഓരോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലീ അവളോട്, അഭിനയ്ക്കും എനിക്കറിയാം നമ്മൾ തമ്മിൽ മിങ്കിളാകുന്നത് നിന്റെ ഫാമിലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന്, നീ ഒന്നും പേടിക്കണ്ട, അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാനം പിടിച്ചോളാം. എന്നിട്ട് അവനും പറയുമ്പോൾ ഇതും കേട്ട് അവളൊന്നും മനസ്സിലാവാതെ കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം ലീയും കിമ്മിനെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് അവളും പോകാതെ ബാഗിനകത്ത് എന്തോ ടെൻഷനെ അന്വേഷിച്ചോണ്ടിരിക്കും. ഇത് കാണുന്ന ലീയും, കിം നിനക്കെന്തോ പറ്റി, പ്രശ്നമൊന്നുമില്ലല്ലോ? എന്നിട്ട് അവനും നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ബാഗിൽ നിന്ന് ഒരു ഹാർട്ട് സിമ്പിൾ എടുത്തിട്ട് അവളുടെ ലവ് കാണിക്കും. ഇത് കാണുന്ന ലീക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവന് അത് പിടികിട്ടിയതോടെ പെട്ടെന്ന് അവന് റിയാക്ട് ചെയ്യും. അതിനുശേഷം അവൾക്ക് വേണ്ടി ആകാശത്തിൽ നിന്ന് ചന്ദ്രന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് കിം അവനെ മൈൻഡ് ചെയ്യാതെ ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിനകത്ത് കയറിപ്പോവും. എന്നിട്ട് അവനും പാർക്കിന് ചെന്ന് മീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അവൻ അതിനുമുമ്പ് വിഷമത്തി അവന്റെ എക്സ് വൈഫിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും. എടാ ലീ അവളെ ഞാൻ എത്ര സ്നേഹിച്ചെന്നറിയോ, പക്ഷെ ഇപ്പൊ വേറൊരു പോയിന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ കൊടുക്കാത്ത സ്നേഹം അവൻ എന്തോടെ കൊടുക്കാൻ പോന്നെ. കൂടാതെ അവളുടെ ഫാമിലി എല്ലാവർക്കും എന്നെ ഇഷ്ടം, അത്രയ്ക്ക് ഞാൻ അവരുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇവൾ ഇതിങ്ങനെ ചെയ്തില്ല. എന്നിട്ട് അവന്റെ ഫീലിങ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇതേക്കുന്ന പെട്ടെന്ന് ലീക്കും ഒരു ഐഡിയ കത്തി അവനോട് ഞാൻ ചോദിക്കും, അത് പിന്നെ നീ ഇടയ്ക്ക് വെച്ച് പറഞ്ഞില്ല അവളുടെ ഫാമിലി എല്ലാവരുടെ മനസ്സിൽ നീ സ്ഥാനം പിടിച്ചെന്ന്, അതെങ്ങനെ? എന്നിങ്ങനെ കിമ്മിനോട് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് പാർക്കും, എടാ അപ്പൊ ഇത്ര സമയം നീ ഇതിനു വേണ്ടിയല്ല എന്റെ സ്റ്റോറി കേട്ടോണ്ടിരുന്നത്, കുഴപ്പമില്ല എന്റെ വിഷമം എന്നോടങ്ങ് പോട്ട്, നിനക്ക് ഞാൻ അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. എന്നിങ്ങനെ അവനെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിട്ട് ആർസണൽ മിലിറ്ററി അക്കാഡമി അതുപോലെ തന്നെ കുറെ ഡ്രാമാസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്യാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെന്ന് കാണുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.